ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മണി ഓഫ് ദ പവർ. ഓക്കെ, പൈസക്ക് നമ്മുടെ ലൈഫിൽ എത്രത്തോളം വാല്യൂ ഉണ്ട് എന്നതിനെ കുറിച്ചാണ് കേട്ടോ. ഒരു പക്ഷേ ഒരു സ്ത്രീ എന്ന നിലക്ക് കേട്ടോ, മറ്റ് പുരുഷന്മാരുടെ കാര്യമല്ല, ഒരു സ്ത്രീ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പൈസക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളൊരു സ്ത്രീയാണോ വുമണാണോ 18 വയസ്സ് വരെ നമ്മുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആണ്. ഓക്കെ, അതിന് മുമ്പ് വരെ നമുക്കറിയില്ല. 18 വയസ്സിന് മുമ്പ് വരെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒന്നിനെ കുറിച്ച് ഒരു ധാരണയുണ്ടാവുക. പക്ഷെ 18 വയസ്സിന് ശേഷം മാരീഡ് ആയതിനു ശേഷമാണ് നമ്മൾ പല സിറ്റുവേഷൻസിലൂടെ നമ്മൾ പോയിട്ടുണ്ടാകും. അതിന് മുമ്പ് നമുക്ക് പോകേണ്ടി വന്നിട്ടുണ്ടാവും, അതിന് ശേഷം നമുക്ക് പോകേണ്ടി വന്നിട്ട് എന്നാലും മാരേജിന് ശേഷമാവും നമുക്ക് പൈസയുടെ വാല്യൂ എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. മറ്റു ചിലതാവും നമുക്ക് ഏറ്റവും വാല്യൂ ഉണ്ടാവും. വരെ മാത്രമാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നീട് നമുക്ക് പൈസ വന്ന പോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടണം. ഇപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ വളർന്ന ഒരു സിറ്റുവേഷൻ ആവില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടാനുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ലൈഫില് പൈസന്റെ ഏറ്റവും വലിയൊരു ഇൻസിഡന്റ് വന്നത് എനിക്ക് ഇപ്പോഴും ഇപ്പൊ എനിക്ക് മാത്രമല്ല എല്ലാവരുടെ ലൈഫിലാണെങ്കിൽ പൈസ ഏറ്റവും കൂടുതൽ വാല്യൂ ഉണ്ടാവുന്ന ഒരു സമയം, നമുക്ക് അത്യാവശ്യമായിട്ട് വേണമെന്നുള്ള ഒരു സമയം ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ വയ്യാണ്ടാവുമ്പോൾ ആണ് നമുക്ക് പൈസ വേണമെന്നുള്ള ഒരു ചിന്ത വരും. പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്, കാരണം എവിടെ പോയാലും നമുക്ക് പൈസ വേണം. ഹോസ്പിറ്റലിൽ ചെന്നാൽ അവർ വെറുതെ നമ്മുടെ ഇപ്പൊ നമ്മളാണെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവർ വെറുതെ അവർ ചികിത്സിക്കോ ഇല്ല. അവർക്ക് ആദ്യം അവരുടെ കയ്യിൽ പൈസ കൊടുത്തതിന് ശേഷം മാത്രമാണ് അവര് രണ്ടാമതാണ് ചികിത്സിക്കുള്ളൂ. ഫസ്റ്റ് അവരുടെ കയ്യിൽ പൈസ കൊടുക്കണം, എന്നാലാണ് അവർ നമുക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് തരുള്ളൂ. ഇത് സ്വാഭാവികമാണ്. പൈസ ഇല്ലാതെ നമ്മൾ ആരുടെ മുമ്പിൽ ചെന്നാലും നമുക്ക് അനുസരിച്ച് ഒരു ആനുകൂല്യം കിട്ടില്ല, എവിടെ ചെന്നാലും കിട്ടില്ല. ഇപ്പൊ പറയും നമുക്ക് ജില്ലാ ഹോസ്പിറ്റലിൽ അവിടെ പോയിക്കോട്ടെ. ജില്ലാ ഹോസ്പിറ്റലിലും സെയിം സിറ്റുവേഷൻ തന്നെയാണ്. കുറച്ച് പൈസ ഉണ്ടാവും, പക്ഷെ പകുതി മുക്കാലും പുറത്തേക്കാവും മരുന്ന് പോകുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം മരുന്ന്. എവിടെയും ഉള്ള ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ഉണ്ടായത്. മോനെ കുഞ്ഞു കുട്ടിയായിരുന്നു. ഒരു കൗലണ ഒരു പ്രായത്തില് മോന് വന്നത് ഹാർട്ടിന് വന്നിട്ടുണ്ട്. ഹാർട്ടിന് വന്നപ്പോ ആ സമയത്ത് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, മോന് തീരെ വയ്യാതായ സമയത്ത് ഞാൻ ചോദിക്കുന്നുണ്ട് പൈസ വേണമെന്നുള്ള പറയുന്നുണ്ട്. പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല. പൈസ വേണമെന്ന് പറഞ്ഞപ്പോ ആർക്കും അത്, ഞാൻ പൈസ ചോദിച്ചപ്പോ ഈ എന്താ ചെയ്തോ, എന്നെ കൊണ്ടൊന്നും വയ്യ എന്നൊരു മട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ വിഷമിച്ചൊരു ഇതുണ്ട്, കാരണം എനിക്ക് താങ്ങാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. മോൻ അത്രയും വയ്യാണ്ടായി നിൽക്കുന്ന ആ സിറ്റുവേഷനിൽ ഒരാൾ പോലും കൈത്താങ്ങായിട്ടില്ല. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിന്റെ ഭാഗത്തുണ്ടെങ്കിൽ പോലും ആ സിറ്റുവേഷനിൽ നമുക്ക് ഫ്രണ്ട്സിനോടുള്ള ചോദിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. കാരണം നമുക്ക് കുറെ റിലേറ്റീവ് ഉണ്ട്, കുറെ ഫാമിലി ഉണ്ട്, ലൈഫ് ഉണ്ട്, അവരൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യണം. ഇവർ പറഞ്ഞ മാത്രമാണ് നമുക്ക് പറ്റുള്ളൂ. ഈ ഒരു സമയത്ത് അവരെല്ലാവരും ചില സാഹചര്യത്തിന്റെ പുറത്ത് ചിലർക്ക് തരാൻ പറ്റില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം തരാതിരുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് 15 മിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ കുട്ടിയെ ഐസിയുലാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടിയെ കിട്ടൂല എന്ന് തന്നെ ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞു. ചെറിയ മക്കളല്ലേ, കുഞ്ഞു മക്കൾക്ക് ന്യൂമോണിയ ഹാർട്ടിനൊക്കെ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കിട്ടൂല എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഭയങ്കര പേടിയായിരിക്കും, എന്ത് ചെയ്യണം. ഞാൻ പലരായിട്ടും ഒരുപാട് പറഞ്ഞു, പലരോടും ഞാൻ ചോദിക്കും എനിക്ക് പൈസ വേണം, പൈസ വേണം, തീരെ വയ്യ. ഡോക്ടറെ പറഞ്ഞിട്ട് ഞാൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ എന്റെ ഫാമിലിക്കാണെങ്കിലും അപ്പൊ പെട്ടെന്ന് പിടിച്ചിട്ട് ഒരു പൈസ കണ്ടെത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉള്ളവരൊക്കെ തരൂല എന്നുള്ളൊരു കാട്ടിട്ട് എന്നുള്ളൊരു ഇതിലായിരുന്നു. ആ സമയത്ത് നമ്മളെ കയ്യിലെ സമയമില്ല, അത് 15 മിനിറ്റേ ഉള്ളൂ. അത് പെട്ടെന്ന് കാരണം വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ എത്താനെന്ന് വെച്ചാൽ 15 കിലോമീറ്ററോളം ഉണ്ട്, അതിന് കൂടുതലുണ്ട്. 15 കിലോമീറ്ററിനെക്കാളും കൂടുതലുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തും വേണം, മോനെ അഡ്മിറ്റ് ആക്കും വേണം. ഇങ്ങനെ സിറ്റുവേഷനില് എനിക്ക് ചെയ്യാനുണ്ടായിരുന്നത് എന്റെ ഗോൾഡ് എന്നുള്ളത് മാത്രമായിരുന്നു. ആ സമയത്ത് എന്റെ കയ്യിൽ റിങ്ങുണ്ടായിരുന്നു, ഒരു കഴിച്ചിട്ടുണ്ട്. ഈ രണ്ടുള്ള ആ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ ഇതെന്താ ചെയ്യും, എനിക്ക് എന്റെ മോനെ വേണം എന്ന് പറഞ്ഞിട്ട് വിറ്റിന് ശേഷമാണ് എനിക്ക് ഹോസ്പിറ്റൽ, പിന്നെ ആ പൈസ എത്തുകയാണ്, പൈസ കിട്ടി. ആ പൈസ എത്തുകയാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് മോനായിട്ട് ഓടുന്നത്. പിന്നെ അവിടുത്തെ 11-12 ദിവസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കുട്ടി. ഐസിയുലായിട്ടും പിന്നെ വാർഡിലായിട്ടും റൂമിലായിട്ടും അങ്ങനെ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു സിറ്റുവേഷൻ. ഐസിയുൽ ഒരുപാട് ദിവസം കിടക്കേണ്ടി വന്നു. പിന്നെയും ഇത് നമ്മൾ ഐസിയുന്ന് എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും സീരിയസ് ആയി, പിന്നെയും കുട്ടിക്ക് അങ്ങടേണ്ടതായി. അങ്ങനെ ഒരു ഇതിൽ വന്ന ആ സമയത്ത് ആണ് ഞാന്
മനസ്സിലാക്കിയത് പൈസക്ക് ഭയങ്കര പവറാണ്. കാരണം അതുവരെ എനിക്ക് പൈസേൻ്റെ ഒരു സിറ്റുവേഷൻ എന്തുള്ളത് എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനത്തെ ഒരു ഇതായിരുന്നു. കാരണം ഞാനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പൈസ ഇല്ലാത്ത സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, പൈസ ഉണ്ടാകുന്ന സിറ്റുവേഷൻ എങ്ങനെ നോക്കണം എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പൈസ ഇല്ലാത്ത ആ സിറ്റുവേഷന് അത്രയും വലിയൊരു സിറ്റുവേഷൻ വന്നതാണ്. കാരണം അതുവരെ എനിക്കുണ്ട് ആ ഹോസ്പിറ്റലിൽ വെച്ചാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ വരുന്ന എന്ത് സമയത്ത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ കരുതി വെക്കണം. ഒരു കുറച്ച് പൈസയെങ്കിലും നമ്മളെ കയ്യിൽ കരുതി വെക്കണം. പെട്ടെന്ന് നമുക്ക് ഇതുപോലുള്ള അവസ്ഥ വരുമ്പോൾ എല്ലാ സമയത്തും നമ്മുടെ കയ്യിൽ ഗോൾഡ് ഉണ്ടാവണമെന്നില്ല. ചില സമയത്ത് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഇതാക്കാലത്ത് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചിലവാക്കാൻ നമ്മുടെ കയ്യിൽ പൈസ വേണമെന്നുള്ളത് ആ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത്. അതുവരെ ഞാൻ എനിക്കറിയില്ലായിരുന്നു പൈസയുടെ വാല്യൂക്കാട്ടിൽ. അന്ന് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ മോനിൻ്റെ കണ്ണുമുമ്പിൽ ഇങ്ങനെ തികയാണ്. തീരെ വയ്യ, അവൻ ശ്വാസം മുട്ടുന്നുണ്ട്. കാരണം നമുക്ക് ന്യൂമോണിയ വന്നാൽ അറിയാലോ, ന്യൂമോണിയ വന്നാൽ പെട്ടെന്ന് ശ്വാസം മുട്ടലുണ്ടാവും, കഫക്കെട്ട് മുട്ടലുണ്ടാവും. ഈ കുട്ടീൻ്റെ കണ്ണുമുമ്പിൽ എന്താണ് ഇങ്ങനെ പെട്ടയാണ്. പെട്ടയെന്ന് പറഞ്ഞാൽ കുട്ടി വയ്യ, ശ്വാസം മുട്ടുന്നുണ്ട്. കാരണം എനിക്ക് അവന്റെ ജീവനാണ് ഇമ്പോർട്ടന്റ്. കാരണം അവന് മാത്രമാണ് എന്റെ മനസ്സിലുണ്ടായിരുന്ന സിറ്റുവേഷൻ, വേറെ ഒന്നുമില്ല. എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിൽ എന്റെ മോനെ എനിക്ക് എടുക്കണം എന്നുള്ള ആ ഒരു മൈൻഡിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഞാൻ ഐസിയുലാക്കിയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ 11 ദിവസത്തോളം ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വരുമ്പോൾ, കാരണം നമ്മൾ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഗോൾഡ് അതായിരുന്നു. അത് വിറ്റ് പിന്നെ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അങ്ങനെ ആ സമയം തൊട്ട് ഞാൻ മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം, ആ സമയം തൊട്ട് എന്റെ മനസ്സിൽ വന്നൊരു കാര്യം, എനിക്കില്ലെങ്കിൽ സാരമില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും സാധനം വാങ്ങാണെങ്കിൽ പോലും, അത്യാവശ്യമായിട്ട് എന്തെങ്കിലും എനിക്ക് വേണമെങ്കിൽ പോലും ഞാനത് വാങ്ങില്ല. എനിക്ക് നല്ല പണിയുണ്ട്, തീരെ വയ്യാണ്ടായാൽ പോലും ഞാൻ ഡോക്ടറെ കാണിക്കണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് പോലും ഞാൻ ആലോചിച്ചത് എനിക്ക് കുട്ടിക്ക് വയ്യാണ്ടായല്ല കാട്ടെ. അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഇനി ചെലവാക്കി. എനിക്ക് ഹോസ്പിറ്റൽ കേസ് ഓരോ ഇഷ്യൂസ് വന്നപ്പോൾ ഞാൻ ചെലവാക്കി. ഈ സമയത്ത് എന്റെ കുട്ടിക്ക് വയ്യാണ്ടാകട്ടെ, എപ്പോഴും ആ ചിന്തയായിരുന്നു. കുട്ടിക്ക് വയ്യാണ്ടായാൽ ഞാൻ ആകെ പെട്ടുപോകുന്നവരൊക്കെ. ഈ ഒരു ഇതാകുമ്പോൾ ഞാൻ സേവ് ചെയ്യാൻ തുടങ്ങി. എന്റെ അതൊക്കെ അവിടെ മാറ്റി വെച്ചു. ഇപ്പൊ എനിക്ക് നല്ലൊരു ഡ്രസ്സ് എടുക്കണം, ഞാൻ അതൊക്കെ മാറ്റി വെച്ചു. അവന് എടുത്തെടുക്കാൻ തുടങ്ങി. അവന് വേണ്ടതൊക്കെ വാങ്ങി കൊടുക്കാൻ തുടങ്ങി. അവന്റെ ആവശ്യങ്ങൾക്കായി ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തു. എന്റെ അവിടെ ഇട്ടു. അങ്ങനെ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നത് ഈ പൈസ ആലോചിച്ചിട്ടാണ്. ഇപ്പൊ നമുക്ക് പറയുമ്പോൾ തോന്നും തമാശയുണ്ട്. ഇപ്പൊ ഇത് പറഞ്ഞ ഒരുപാട് സത്യം. നമ്മൾ മരിച്ചു പോകുമ്പോഴടക്കം നമുക്ക് പൈസയുടെ വാല്യൂ ആണെന്ന് പറയാം. അതൊരു തെറ്റായ രീതിയിലല്ല സ്ഥിതി പറഞ്ഞത്, ഒരു നല്ല രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. കാരണം ഏത് സമയത്തും നമുക്ക് പൈസ വേണ്ടി വരും. നമുക്ക് വയ്യാണ്ടായാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പൈസ വേണം. നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഒരു അരി കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ പൈസ കൊടുക്കണം. എവിടെയെങ്കിലും കൊടുക്കണം നമുക്ക് തോന്നിയിട്ടുണ്ടോ? എവിടെയെങ്കിലും നമ്മൾ പൈസ കൊടുക്കണം. നമുക്ക് ഫുഡിന് പൈസ വേണം. അതേപോലെ വയ്യാണ്ടായ പൈസ, എവിടെയാണ് പൈസ വേണ്ടത്? പൈസ ഇല്ലെങ്കിൽ എവിടെയും നമുക്കൊരു വാല്യൂ ഉണ്ടാവില്ല. എവിടുന്ന് നമുക്ക് കിട്ടേണ്ടതൊന്നും നമുക്ക് കിട്ടില്ല. ഇപ്പൊ അത് ഉദ്ദേശിച്ചിട്ടാവും ചില പറഞ്ഞിട്ടുണ്ടാവുക, ഇങ്ങനെയാണ് സംഭവം. അത് നമുക്കിപ്പോ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഇതിലും ജീവിച്ച ഒരാൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പൈസന്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ സഹിച്ച ആൾക്കാർക്ക് മാത്രമാണ് പൈസന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അല്ലാത്തവർക്കും ഒക്കെ തമാശയാണ്. ഇപ്പൊ അല്ലാത്തവർക്ക് ഒക്കെ തമാശയാണ്. കാരണം അവരുടെ എല്ലാ സുഖങ്ങളും ഉണ്ട്. അവർക്ക് കൊടുന്നെടുക്കുന്ന ആൾക്കാരുണ്ട്. വലിയ 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 എന്താ പറയുക, സാലറി ഉള്ള ആൾക്കാരോട് പൈസന്റെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുക ഒരിക്കലും ഇല്ല. സിലുവിന് അത് മനസ്സിലായത് എന്ന് വെച്ചാൽ സിലു കഷ്ടപ്പെട്ട് എന്താ ചെറുപ്പം മുതൽ അതിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അറിഞ്ഞതുകൊണ്ട് മാത്രം ആണ് സിലുവിന് അത് മനസ്സിലായത്. അതിനുശേഷം സിലു എടുത്ത ഒരു തീരുമാനമാണ്, ഏതൊരു കഷ്ടപ്പാട് വരുമ്പോഴും അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ പൈസ വേണമെന്നത്. സിലു തീരുമാനം. അതിന് സിലുവാകുമ്പോൾ അതിനൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കിത് അതാണ് സത്യം. ഇപ്പൊ ഒരാളെ എന്താ പറയുക, മേക്കപ്പ് ഇട്ടുകൊണ്ട് അവള് വലിയ ആളാണ്, അവള് ഭയങ്കര മോശക്കാരിയാണ് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അവള് മേക്കപ്പ് ഇട്ടു, അവള് എന്താ പറയുക, മീഡിയക്ക് മുന്നിൽ വന്നു, എന്താ അവള് എന്താ പൈസനെ കുറിച്ചും മതത്തിന് ഖബറിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതൊന്നും ഒരിക്കലും തെറ്റായിട്ടെടുക്കുന്ന കാര്യം. അതിന് നല്ല വശം കൊണ്ടാ പറഞ്ഞത്. ഇപ്പൊ നമ്മള് എന്താ ഓണം കാളം വിറ്റ് ഓണം ഉണ്ണണം എന്ന് പറയാം. അങ്ങനെ എന്താ ചൊല്ലുന്നത്, കാളം വിറ്റ് ഓണം ഉണ്ണണം. അത് കാളം വിൽക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാളം വിറ്റുകാണ്ട് തന്നെ ഓണം ഉണ്ണണം എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾ ഓണം ഉണ്ണണം.
ഇതാണ് പറഞ്ഞത്. നമ്മുടെ കയ്യില് കുറച്ചാണെങ്കിലും ഇപ്പൊ ചെറിയ ഒരു പൈസയാണെങ്കിൽ ഉള്ളതെങ്കിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ അത് അതുകൊണ്ടെങ്കിലും നമ്മൾ ഓണം ആഘോഷിക്കണം. ഇതാണ് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ഇത് പറഞ്ഞ ഖബറിന്റെ അത് ഉദാഹരണമായിട്ട് എടുത്തതാണ് ഖബറ്. നമുക്ക് ആ സമയത്ത് നമുക്ക് പൈസ വേണ്ടി വരുന്നു. എവിടെയും പൈസ വേണം, വേണ്ടാന്ന് ഒരിക്കലും പറയുന്ന കാര്യം. എവിടെയും നമുക്ക് പൈസ വേണം. ചിലപ്പോൾ അത് നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷന് പൈസ വേണം, നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ വേണം. ആരെങ്കിലും വെറുതെ പഠിപ്പിക്കുക? വെറുതെ ആരും പഠിപ്പിക്കില്ല. പൈസ വേണം. ചിലപ്പോൾ കടായിട്ടെങ്കിലും അവർ പൈസ വേണം. പൈസ വേണം, പഠിക്കാൻ പൈസ വേണം. പഠിച്ചിട്ട് നല്ലൊരു ജോബ് കിട്ടാൻ അവർക്കും പൈസ കൊടുക്കണം. എവിടെയാണ് നമുക്ക് പൈസ വേണ്ടാത്ത? ഏതൊരു സിറ്റുവേഷനിൽ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ പൈസ വേണം. അപ്പം ഈ മൻസൂറിനെ പോലെയുള്ളവർക്ക് അറിയില്ല എന്താണ് ഇഷ്യൂസ്, അറിയില്ല. ഒരു ജനങ്ങളുടെ മുമ്പിൽ വലിയ ആളാവണം, അതിനെ എന്തും വളർന്നു പറയും. അപ്പൊ അതിലെന്താണ് കാര്യം, അത് അവർക്ക് അറിയാനാവും പറഞ്ഞിട്ടുണ്ടാവും, നന്നായിട്ട് അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് മറച്ചു വെച്ചത്? അവളെ ഒരു മോശക്കാരി ആക്കണം, അല്ലെങ്കിൽ ആ താത്താനെ ഒരു മോശക്കാരി ആക്കണം, അല്ലെങ്കിൽ ഒരു സ്ത്രീ പറഞ്ഞ കാര്യമല്ലേ, അപ്പൊ അവളൊരു മോശക്കാരി ആക്കണം. ഈ ഒരു മൈൻഡ് കൊണ്ടാണ് ഇവർ ഈ ഇമാതിരിയുള്ള വർത്താനമൊക്കെ പറയുന്നത്. അല്ലാതെ ഒരു അതിന് ഏറ്റവും വലിയ മതം കുത്തിക്കേറ്റ് മതത്തിന്റെ ഒരു പേരും പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ മോശക്കാരി. പിന്നെ ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് പലരും രംഗത്ത് വരും. ഈ ഒരു വീഡിയോ അന്ന് അറിയാം, ഒരു ഉസ്താദ് മോലിരുട്ടി നിക്കാഹിന്റെ അന്ന് തമദിന്റെ ആ സോങ് പാട്ടുപാടിയില് ആ ഇഷ്യൂസ് ഉണ്ടല്ലോ, ആ പാട്ടുപാടി ഇഷ്യൂസ്, അത് ആദ്യം വീഡിയോ ഇട്ടത് ഇവൻ തന്നെയായിരുന്നു. മൻസൂർ എന്ന് പറയുന്ന അവനാണ് വീഡിയോ ഇട്ടത്. ആദ്യത്തെ വീഡിയോ അവൻ്റെതായിരുന്നു. അവൻ ഏറ്റുപിടിച്ചാണ് പലരും വന്നത്. ആ പെൺകുട്ടിന്റെ അവസ്ഥ അവൻ ആലോചിച്ചിട്ടുണ്ടോ? ആ പെൺകുട്ടി പോയ അവസ്ഥയിൽ കൂടെ അവൻ പോയിട്ടുണ്ടോ? അവള് വിഷമിച്ച വിഷമം, തെറ്റ് പറ്റിക്കോട്ടെ, തെറ്റി എല്ലാവർക്കും പറ്റും. നമുക്ക് എല്ലാവർക്കും തെറ്റ് പറ്റും. എല്ലാവരും എത്ര നല്ല ആൾക്കാരൊന്നുമല്ല, തെറ്റ് പറ്റും. പക്ഷെ ആ തെറ്റിനെക്കാട്ടിലും വലിയ മോശം എന്താണ്? അത് പബ്ലിക് ആക്കുന്നതാണ് ഏറ്റവും വലിയ മോശം. കാരണം അവൻ ആ വീഡിയോ ഇട്ടതോടെയാണ് ലോകം മുഴുവൻ വീഡിയോ ഇട്ടത്. അല്ലെങ്കിൽ ഒരാളും അത് അറിയില്ലായിരുന്നു. അത് അവിടെ മാഞ്ഞു പോവുകയായിരുന്നു. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു പേരുണ്ടാക്കി അവന്റെ കുടുംബത്തിന്, അവന്റെ ഉമ്മാക്കും മക്കൾ ചെയ്ത തെറ്റാണ്, തെറ്റല്ല എന്ന് പറയില്ല. അവര് ചെയ്ത ഒരു ചെറിയ ഇഷ്യൂസ് ആണ്. ആ ചെറിയ ഇഷ്യൂസ് അല്ല, അതങ്ങനെ അവർ പറയാൻ പാടില്ലല്ലോ. നമ്മൾ പറഞ്ഞത് തെറ്റായിപ്പോയി, ഇനി ഇങ്ങനെയുള്ള ഇതൊന്നും ഇട്ടത്, ഇത്രയും നമ്മൾ പറഞ്ഞെടുത്താൽ മതി. പക്ഷെ അതല്ല അവിടെ പറഞ്ഞത്. അവന് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അവന് റീച്ച് ആവാൻ വേണ്ടിയിട്ട് അവന് വീഡിയോ ഇട്ടു. അവരെ കളിയാക്കിക്കൊണ്ട് വീഡിയോ ഇട്ടു. അതും പാർട്ടി എന്നുള്ള ഒരു കൺസെപ്റ്റില്. കാരണം ഏകദേശം സക്കാഫി ആ ഭാഗമൊക്കെ ഇടതുപക്ഷാണല്ലോ, ആ ഒരു രീതിയിൽ അവർ വീഡിയോ ഇട്ടു. അപ്പൊ വലതുപക്ഷയുടെ വീഡിയോ ഇട്ടു. പലരും അത് ട്രോളി. പലതിലും ആ പാട്ട് വന്നു, അവര് പാടിയ പാട്ട് വന്നു. അവന് അത് അതേപോലെ തന്നെ സിനുതാത്ത് പറഞ്ഞ ഈ കാര്യം ഇവനാണ് ഫസ്റ്റ് ഇട്ടത്. ഇവനാണ് അത് ക്രോപ്പ് ചെയ്ത് കണ്ട് താത്ത പറഞ്ഞ ആ സംഭവം മാത്രം ഇട്ട് കണ്ടിട്ടത് മതത്തിന്റെ. അതിൽ അവൻ പറയുന്നുണ്ട് കുട്ടിയിട്ട് കണ്ടു, ആ കുട്ടിയിട്ട് കണ്ടു എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്താ, ഈ കുട്ടിയിട്ട് ഒരു പെണ്ണ് കുട്ടിയിട്ട് മേക്കപ്പ് ഇട്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഇങ്ങനത്തെ ചിന്ത, അവൾ ഭയങ്കര മോശക്കാരിയാണ്, കുട്ടിയിട്ട് കണ്ടുള്ള ശരീരം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മോശമാണ്. അവൻ ഈ പറയുന്നതാണ് ഏറ്റവും വലിയ മോശം. ഒരു എനിക്കറിയാം സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്നൊക്കെ അറിയാം. കാരണം ഒരു പെണ്ണിനെ മോശക്കാരിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്രത്തോളം മോശക്കാരിയാക്കാൻ പറ്റും. ഇത് മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പൊ നമുക്ക് ഓപ്പോസിറ്റിലുള്ള ഒരാളെ വിഷമങ്ങളോ ഇതൊന്നും കാണാൻ പറ്റും. അവർക്ക് റീച്ചാണ് വേണ്ടത്. ആ റീച്ചിന് വേണ്ടിയിട്ട് എന്തും അവർ ചെയ്യും. അതിൽ ഒരുപാട് പേര് കമന്റ് നെഗറ്റീവായിട്ട് പറഞ്ഞു. ഈ ഖബറിന്റെ വിഷയത്തിൽ തന്നെ ഒരുപാട് പേര് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൻസൂറിനെതിരെ പറഞ്ഞവരുണ്ട്, സിനുവിനെതിരെ പറഞ്ഞവരുണ്ട്. എന്താണ് സത്യാവസ്ഥ? പൈസ വാല്യൂ ഉള്ളതാണ്, പൈസക്ക് വാല്യൂ ഉണ്ട്. ഒരവസ്ഥ വയ്യായി വരുമ്പോ, പൈസക്ക് വാല്യൂ ഉണ്ട്. അത്താത്ത ഇങ്ങനെ ആയിക്കോട്ടെ, ഒരാളെ ഉപദ്രവിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളെ പൈസ പിടിച്ചു പറിച്ചിട്ടോ അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലോ അങ്ങനെയൊന്നുമല്ല. എത്തിൻകുട്ടികളെ പൈസയോ അങ്ങനെയൊന്നുമല്ല ഉണ്ടാക്കുന്നത്. വീട്ടിൽ നിന്നിട്ടാണ് നമുക്ക് എന്താണോ ഉള്ളത്, നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് വീട്ടിൽ നിന്നിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. യൂട്യൂബ് റവന്യൂ ആയതുകൊണ്ട് തന്നെ അത് തെറ്റാണ്. യൂട്യൂബ് റവന്യൂ തെറ്റല്ല എന്ന് പറയില്ല. യൂട്യൂബ് റവന്യൂ തെറ്റ് തന്നെയാണ്. ചിലപ്പോൾ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് പഠിച്ചത് പൊരുത്തപ്പെട്ട് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിച്ചും പൊരുത്തപ്പെട്ട് തരട്ടെ. അതിനെക്കാട്ടിലും വലിയ ശിക്ഷയാണ് എത്തിമക്കളുടെ ഇതാക്കും. മറ്റൊരാൾ ഉപദ്രവിച്ചിട്ടാണ് വാങ്ങുന്നത്. മറ്റുള്ളവരെ എന്താ പറയാ പറഞ്ഞിട്ട് എന്ന് വെച്ചാല് കൊത്തി തിന്നിട്ട് വാങ്ങുന്നത് അതിലും വലിയ തെറ്റാണ്. അവൻ അതല്ലേ ചെയ്യുന്നത്? അവൻ ആ തെറ്റല്ലേ അവൻ ചെയ്യുന്നത്? ഒരു പെണ്ണിനെ സമൂഹത്തിന് പിച്ച് ചീന്താൻ കൊടുക്കുകയാണ്.
എത്രത്തോളം മോശമാക്കാൻ പറ്റും അത്രത്തോളം മോശമാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടാണ് അവർ വീഡിയോ ഇടുന്നത്. തെറ്റല്ലേ? ഏത് പെൺകുട്ടി യൂട്യൂബേഴ്സ് ആണെങ്കിലും അവൾ ഇടുന്ന വീഡിയോ എടുത്തിട്ട് അതിന് പിച്ച് ചെയ്യുന്ന അവൾ എന്തെങ്കിലും മിസ്റ്റേക്ക് അവളുടെ വായിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ട അത് വളച്ചൊടിച്ച് കണ്ട് സത്യാവസ്ഥ മനസ്സിൽ വെച്ചിട്ട് അത് വളച്ചൊടിച്ച് കണ്ട് വീഡിയോ ഇടുമ്പോൾ അത് ഭയങ്കര റീച്ച് ആവും. പെണ്ണിനെതിരെയാണല്ലോ പറഞ്ഞത്. ഇവരെ പോലുള്ളവർ നമ്മൾ എന്താ ചെയ്യുന്നത് അറിയാം? മൈൻഡ് ചെയ്യണ്ട, അത്രയേ ഉള്ളൂ. പണത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അറിയാം? പണത്തിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. പണം ഇല്ലെങ്കിൽ എവിടെ നമുക്ക് വാല്യൂ ഉണ്ടാവില്ല. നമ്മളെ മക്കളെ പഠിപ്പിക്കണമെങ്കിൽ പണം വേണം, അവർക്ക് വയ്യാണ്ടായ പണം വേണം, അവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കണമെങ്കിൽ പൈസ വേണം. പഠിച്ചവന് കൊടുക്കും. കാരണം എന്താ അറിയോ? ഒരു പെൺകുട്ടി അവളുടെ സിറ്റുവേഷൻ പഠിച്ചു നോക്കും. അവള് എന്താ ഒരാള് യൂട്യൂബിന്റെ പൈസ വാങ്ങി പെട്ടെന്ന് പഠിച്ച് ശിക്ഷ കൊടുക്കൂല. അവൾക്കുണ്ടായ സാഹചര്യം മനുഷ്യനെക്കാട്ടിലും കാരുണ്യമുള്ളതാണ് പഠിച്ചത്. ആ പഠിച്ചതിന് ശരിയും തെറ്റും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ വിധിക്കുള്ളൂ. എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അതൊക്കെ ആലോചിച്ചിട്ട് മാത്രമേ ഇതാക്കൂ. പെട്ടെന്ന് മനുഷ്യൻ കൊടുക്കുന്ന ശിക്ഷനെ പോലെയല്ല പഠിച്ചത് അത്ര ക്രൂരനൊന്നുമല്ല. നമ്മുടെ ചിന്ത നല്ലതാണെങ്കിൽ നമ്മുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പഠിച്ചത് അത് കണ്ടറിഞ്ഞിരിക്കും. അല്ലാതെ ഇപ്പൊ താത്ത മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു റീസൺ ഉണ്ട്. താത്താന്റെ ജോബിന്റെ ഭാഗമാണ്, പ്രൊമോഷന്റെ ഭാഗമാണ്. നമുക്ക് ഒരാളെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇപ്പൊ കാക്ക കൊത്തി വലിച്ചു എന്നൊക്കെ പറയില്ല, കാക്ക കൊത്തി വലിച്ചാലും ഇട്ടുകൊടുക്കും. കുറേ പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും തീരെ ദരിദ്രനാണെങ്കിലും കോടീശ്വരനാണെങ്കിലും ആരുടേതാണ് ആരുടെ മൃതദേഹമാണ് കൊത്തി വലിക്കേണ്ടതെന്ന് നമുക്ക് അറിയില്ല. കുറേ പൈസ ഉള്ള ഒരാളെ മൃതദേഹം ചിലപ്പോൾ കൊത്തി വലിക്കും, കാക്ക കൊത്തി വലിക്കും. അപ്പൊ അങ്ങനെയാണ് വിധിച്ചിട്ടുള്ളതെങ്കിൽ എന്നാൽ ദരിദ്രനായവരെ നല്ല രീതിയിലും കബറെടുക്കും. അധികം ഒരുപാട് പൈസ ഉള്ള ഒരാളെ ചിലപ്പോൾ റോഡിലാവും മരിച്ചു കിടക്കുന്നുണ്ടാവും, കാക്ക കൊത്തി വലിക്കും. ഒന്നും നമ്മളെ കയ്യിലല്ല, ഒരു കാര്യം നമുക്ക് ഇതൊക്കെ റബ്ബിന്റെ കയ്യിലാണ്. ഒരു പെൺകുട്ടീനെ പറ്റി നമ്മൾ മോശമായിട്ട് പറഞ്ഞുണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കണം, അവരെങ്ങനെ ജീവിക്കണം ആദ്യം ചിന്തിക്കണം, എന്തിനു വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്നത് ചിന്തിക്കണം. പെട്ടെന്ന് നമുക്ക് ഒരാളെ കുറിച്ച് പറയുന്നത് എളുപ്പമാണ്. ഒരു പെണ്ണിനെ പറ്റി, പെണ്ണാണോ അവളെ പറ്റി അടിച്ചമർത്തി പറയുന്നത് എളുപ്പമാണ്. പക്ഷെ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അവളുടെ സിറ്റുവേഷൻ എന്താ, എന്തുകൊണ്ട് അവൾക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവള് ഇങ്ങനെ ഒരു ഇതെത്തി, എന്തുകൊണ്ടാണ് അവള് എന്തുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞത്, ആ പറയേണ്ട കാരണം, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഭയങ്കര മോശമാണ് ഇമാതിരിയുള്ള കമന്റ് ഒക്കെ പറയുമ്പോൾ, ഭയങ്കര മോശമാണ്. ഒരിക്കലും ഇനി ഇതുപോലുള്ള മോശപ്പെട്ട വീഡിയോസ് ഒന്നും ഒരാളും ചെയ്യരുത്. കാരണം ഇപ്പൊ നമ്മളെ പറ്റി സിൽക്കാത്തനെ പറ്റി പറഞ്ഞ ഇന്ന് നാളെ വേറെ പെൺകുട്ടീനെ പറ്റി പറയും. അതിന് ഏറ്റവും വലിയ തെളിവാണ് മൂലയിരുട്ടിന്റെ സമദ് സക്കാഫിന്റെ പാട്ട് അവന് ഇട്ടു എന്നുള്ളത്. വലിയ തെറ്റാണ് അവൻ ചെയ്തത്. ഒരു നമുക്ക് വിളിച്ചുകാണ് നമുക്ക് പറയുന്നത് ആ വീഡിയോ ഡിലീറ്റ് ആക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഇനി പറയരുതോ എന്ന് പറയുന്നു. പക്ഷെ അവനാണ് അത് ഇട്ടുകാണ്ട് അത്രയും മോശമായ രീതിയിൽ കമന്റ് ട്രോളി കണ്ട് ഇൻസ്റ്റയിൽ ഇട്ടത്, വീഡിയോ ഇട്ടത്. അവന്റെ വീഡിയോ ആണ് പലരും ഡ്യൂട്ടി ചെയ്തത്. ഇതൊക്കെ വലിയ തെറ്റിനെയാണ്. എന്താ അതൊക്കെ നല്ലതാണെന്നാണോ വിചാരിക്കുന്നത്? അന്ന് ആ പെൺകുട്ടി വിഷമിച്ചിട്ടുണ്ടാവും, ഒരുപാട് വിഷമം. ഇപ്പൊ അത് മാറി, ട്രെൻഡ് മാറി. ഇനി വേറെ പെണ്ണിന്, പിന്നെ വേറെ പെണ്ണിന്. പെണ്ണാണ് വീക്ക്നെസ്, ഓള് ചെയ്യുന്നതാണ് തെറ്റ്, ഓളെ പിന്നാലെയാണ്. അതെന്താ അതിനെ റീച്ചുള്ളൂ. എപ്പോഴും നമ്മൾ ആലോചിച്ചു, ഒരിക്കലും ഒരു പെൺകുട്ടിന്റെ